നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് Xiaomi 14 5Gയുടെ ഫുൾ സ്പെസിഫിക്കേഷനും ഫുൾ ഡീറ്റെയിൽസും എല്ലാം പറയുന്നതായിരിക്കും. സോ 12GB 512GB പ്രൈസാണ് 70,000 രൂപ. 5,000 രൂപയുടെ പല ബാങ്ക് കാർഡുകളുടെ ഓഫറും വരുന്നുണ്ട്, HDFC ICICI എല്ലാം വരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5,000 രൂപയുടെ ഓഫാണ്. സോ 65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. പെട്ടിനകത്ത് 120 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. 90 വാട്ട്സിൻ്റെ സപ്പോർട്ടാണ് ഫോണ്, പക്ഷേ 120 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. പിന്നെ സിം ഇജക്ടർ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഫോണിൻ്റെ കൂടെ ഒരു സാധാരണ API കേസ്, പിന്നെ ഒരു പ്രീ അപ്ലൈഡ് സ്ക്രീൻ കാർഡൊക്കെ വരുന്നുണ്ട്. അത് പറിച്ച് കളഞ്ഞിട്ട് നല്ലൊരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ബോക്സ് ആൻഡ് പ്രൈസിൻ്റെ കാര്യങ്ങൾ? 3 കളർ വേരിയൻസ് വരുന്നുണ്ട്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന്. ആ ഗ്രീനാണ് കുറച്ചും കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, എങ്കിലും എനിക്ക് 3 നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ മൊഡ്യൂൾ ഒരു ബിഗ് ബമ്പാണ്, അതായത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആടി കളിക്കും. ഇനി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ്, ഗ്ലാസ് ബിൽട്ടാണ്. ബാക്കിൽ മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, സൈഡ് അലൂമിനിയം ഫ്രെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. 8.2 mm തിക്നെസ്സും 196 gram വെയിറ്റുമാണ് വരുന്നത്. പക്ഷേ കോമ്പാക്റ്റ് ഫ്ലാഗ്ഷിപ്പാണ്, അതായത് 6.36 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. സോ ഒരു കോമ്പാക്റ്റ് എന്നുള്ള രീതിയിലുള്ള ഫോണാണ്. സോ കീശയിലൊക്കെ ഇടുമ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. ഫ്ലാഗ്ഷിപ്പാണ്, കോമ്പാക്റ്റ് ആണ്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് പറയാം. IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. സോ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ Type-C 3.2 ആണ്, USB വെർഷൻ 3.2 ആണ് വരുന്നത്. നല്ല കാര്യം. ഡ്യുവൽ സിം കാർഡ് ഓൺലി ആണ്, മെമ്മറി കാർഡ് ഓപ്ഷൻ വരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല, സ്വാഭാവികം. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നിങ്ങളെ എല്ലാ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ചുറ്റിയുള്ള ബെല്ലൈക്കൺ അമർത്താനും വേണ്ടി മറക്കണ്ട. ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. 6.36 ഇഞ്ചസിൻ്റെ 1.5K LTPO AMOLED സ്ക്രീനാണ് വരുന്നത്. 12 ബിറ്റിൻ്റെ പാനലാണ്. 12 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 ബില്യൺ കളർ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കാൻ പറ്റും. സോ അത്രയും കളർ വൈബ്രൻ്റ് ആണ്. കളർ ആക്യുറസിയിലും അവർ അത്യാവശ്യം നല്ലോണം പണിയെടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഏകദേശം മാക്ബുക്ക് എയറിൻ്റെ ആ ഒരു കളർ ആക്യുറസി ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ബെസൽസ് നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞു. ബെസൽസ് ഫ്ലാറ്റ് ആയിട്ടും കൂടി അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. അത്രയും തിന്നാണ്, സിമെട്രിക്കലാണ്. 120 ഹെർട്സിൻ്റെ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 Hz to 120 Hz ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ ടച്ച് റെസ്പോൺസ് റേറ്റ്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ആ ഒരു HDR കണ്ടന്റ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1% ഓഫ് ദ സ്ക്രീൻ വരുന്ന ബ്രൈറ്റ്നസ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അല്ലാത്ത പക്ഷം 1000 നിറ്റ്സിൻ്റെയാണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് കിട്ടുന്നത്. സ്റ്റിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ബ്രൈറ്റ്നസ്. നല്ല രീതിയിൽ വെട്ടത്തൊക്കെ കാണാൻ പറ്റും. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, HDR10+, വൈഡ് L1 ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമ്മൾ മൾട്ടിമീഡിയ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷൻ, ഹൈറസ് വൈഡ് വയർലെസ്സിൻ്റെ സർട്ടിഫിക്കേഷൻ, LSDC LDAC കോഡക്കുകളുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബ്ലൂടൂത്തിലൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോയിസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. X-axis ലീനിയർ മോട്ടർ വരുന്നുണ്ട്, അത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോട്ടറാണത്. പക്ഷേ ഒരു നോർമൽ രീതിയിലുള്ള വൈബ്രേഷനാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. റിവ്യൂസൊക്കെ കണ്ട സമയത്ത് അറിയാൻ സാധിച്ചത് ഒരു നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ഭയങ്കരമായ സാധനമൊന്നുമല്ല. അങ്ങനെയാണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പക്കയാണ്, ഒരു കുഴപ്പമില്ല. ആ ഒരു പ്രൈസിനൊന്നല്ല, നമുക്കിപ്പം ഏകദേശം ഒരു 30,000 രൂപയുടെ മുകളിലേക്ക് കിട്ടുന്ന മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ്. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ് കിട്ടുന്നത്, അത് എവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് നോക്കുമ്പോൾ, സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ, 5G ചിപ്സെറ്റ് ആണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ചിപ്സെറ്റ്. LPDDR5X UFS 4.0 ആണ് വരുന്നത്. കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1.9 million അന്യൂറ്റി സ്കോറാണ് വരുന്നത്. 1.9 million പുറത്തേക്ക്, പക്ഷേ ഒരു 2 million ഒന്നും എത്തിയിട്ടില്ല. 2 million ആണ് റൈവൽസ്, അതായത് OnePlus 12ഉം IQ12 ഒക്കെ തരുന്നത്. പക്ഷേ മറ്റേ ആ ഒരു അന്യൂറ്റി സ്കോറിൽ മാത്രമല്ലല്ലോ കാര്യം. ആൻഡ് ഏകദേശം ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ 82% ആണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റ്. 30 മിനിറ്റിൻ്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ. ഗെയിമിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ജംഗ്ഷൻ ഇമ്പാക്റ്റ് കളിച്ച് നോക്കിയ സമയത്ത് 60 FPS ഗെയിമിങ്ങിൽ, അതായത് മാക്സിമം സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏകദേശം ആവറേജ് FPS 59 കിട്ടുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ആൻഡ് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ അല്ലാതെ തെളിയിക്കുന്ന വേറൊരു ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 44 ഡിഗ്രി സെൽഷ്യസ് എത്തിയിരുന്നു ഈ ടെസ്റ്റിൻ്റെ സമയത്ത്. 44 മാത്രമല്ല, നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ 44 അല്ല അതിൻ്റെ മുകളിലേക്കും ഡിഗ്രി സെൽഷ്യസ് പോകും. സോ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഹാർഡ് കോർ ഗെയിമിംഗ് ഫോണൊന്നുമല്ല. നിങ്ങൾക്ക് ഹാർഡ് കോർ ഗെയിമിംഗ് ആണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി IQലേക്ക് നോക്കുകയായിരിക്കും നല്ലത്. ഇതൊരു ഓൾറൗണ്ട്, മെയിൻലി ക്യാമറയാണ്. ക്യാമറ നമുക്ക് പറയാം
ആ ഒരു രീതിയിൽ നോക്കേണ്ട ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ബാറ്ററി സെക്ഷൻ നോക്കുവാണെങ്കിൽ 4160 mAh ബാറ്ററി, 90 വാട്ട്സിൻ്റെ സപ്പോർട്ട്, 120 വാട്ട്സിൻ്റെ ബ്രിക്ക് പെട്ടിയിൽ വരുന്നുണ്ട്. 90 വാട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് വയേർഡ് സപ്പോർട്ടിൽ 31 മിനിറ്റ് കൊണ്ട് 0 to 100% ചാർജ് ആയി കിട്ടും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 10 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വയർലെസ് ചാർജർ വാങ്ങുവാണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പടക്കൂരിനായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 4.5 to 5 മണിക്കൂറാണ് വരുന്നത്. അതും റൈവൽസിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബിലോ ആവറേജ് ആണ്. അതായത് അല്ലെങ്കിൽ ഒരു ആവറേജ് ആണ്, ഭയങ്കര എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ ഒന്നുമല്ല. കാരണം നമുക്കൊരു 8 മണിക്കൂർ വരെയൊക്കെ നമുക്ക് OnePlusൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ബാറ്ററി ബാക്കപ്പ്. ഇവിടെ ഒരു 5 മണിക്കൂറേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു കുറവ് തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതിലുള്ളത് 4160 mAh ആണ്. ഇതൊരു കോമ്പാക്റ്റ് ഫ്ലാഗ്ഷിപ്പാണ്, നമുക്ക് കുറച്ചുകൂടി ഹാൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അൾട്രാസോണിക് കൊടുത്തിട്ടില്ല, പക്ഷേ ഒപ്റ്റിക്കൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, മറ്റ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഉണ്ട്, 5G വർക്കിംഗ് ആണ്, ഡ്യുവൽ 4G വോൾട്ടി. പിന്നെ നിങ്ങൾക്ക് ഡ്യുവൽ സിം കാർഡിൽ ഒന്നെങ്കിൽ ഒരു സിം കാർഡും ഒരു eSIM ഇടാം, അല്ലെങ്കിൽ 2 സിം കാർഡ് തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റും, കുഴപ്പമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.4, ഡ്യുവൽ ബ്ലൂടൂത്തിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. Wi-Fi 7, ഡ്യുവൽ ബാൻഡ് വൈഫൈ കോളിംഗ് വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. 4x4 മിമോയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നേവിക്കിൻ്റെ സപ്പോർട്ട് വരെ വരുന്നുണ്ട്. ആൻഡ് അടുത്ത സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ Android 14 HyperOS 1.0 ലേറ്റസ്റ്റ് ആണ്, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. 3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, കുറച്ച് ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഹൈപ്പർ സ്മൂത്ത് തന്നെയാണ്. HyperOSൽ നല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലോട്ട്വെയർ വെറുപ്പിക്കലൊന്നുമില്ല എന്നാണ് കേട്ടത്. ചെറിയ സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്പുകൾ മാത്രമേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. അവർ OS എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ കയ്യിലൊരു ഫോണില്ലാത്തതുകൊണ്ട് അധികം എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻ ഹാൻഡ് റിവ്യൂസൊക്കെ പലതും റെഡ്മീനതൊന്ന് ഞാൻ വർക്കിംഗ് ആണ്, അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലും കൂടി ഞാൻ പറയുന്നത് അവരത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 3 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. 50 മെഗാ പിക്സലിൻ്റെ ലൈറ്റ് ഫ്യൂഷൻ 900 OIS സെൻസറാണ് പ്രൈമറി ക്യാമറ. 8K 24 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് രണ്ടാമതായിട്ട് വരുന്നത്. 180 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അത് 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. തേർഡ് ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ 3.2x ടെലിഫോട്ടോ ക്യാമറയാണ്, അല്ലെങ്കിൽ പെരിസ്കോപ്പ് ക്യാമറയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 3.2x മാക്രോ ഷോട്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കതും 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് HDR വീഡിയോസ് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും നിങ്ങൾക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ സെൻസ് എല്ലാ ക്യാമറ സെൻസറുകൾ കൊണ്ടും നിങ്ങൾക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് 8K 24 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് ആയാലും നൈറ്റ് മോഡ് ആയാലും സെൽഫി ആയാലും നല്ല രീതിയിൽ, അതായത് നമുക്ക് പ്രതീക്ഷിക്കവണ്ണം എന്തായാലും ചെയ്തിട്ടുണ്ട്. ലൈക്കയുടെ ഒരു പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഹാസൽബ്ലാഡ് എന്നുള്ള ആ ഒരു സംഭവം അല്ലത്, അത് അവരെക്കാളും കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. അതായത് ഞാൻ ക്യാമറ സാമ്പിൾസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ക്യാമറയും ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ക്യാമറ സെൻട്രിക് എന്നുള്ള രീതിയിലും കാണാം. കാരണം ആ ഒരു അൾട്രാ വൈഡും അവർ അത്യാവശ്യം നല്ല രീതിയിൽ, അൾട്രാ വൈഡിന് മാത്രമാണ് OIS വരാത്തത്. ബാക്കി 2 സെൻസർ, അതായത് പ്രൈമറി ക്യാമറയും മറ്റേ ടെലിഫോട്ടോ ക്യാമറ നിങ്ങൾക്ക് OIS വരുന്നുണ്ട്, അൾട്രാ വൈഡിന് OIS വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറയുടെ കാര്യം. ഇനി മൈക്കിനെ കുറിച്ച് ലാസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ പറയാം. 4 മൈക്ക് വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എവിടേക്കാണ് കൊണ്ട് കുത്തി നിറച്ച് വെച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ 4 മൈക്ക് എന്തായാലും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം എടുത്തോളുക. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു 70,000 റേഞ്ചിലുള്ളൊരു ഫോണൊന്നും ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും, അതായത് അല്ലെങ്കിൽ അതിനെ അത്രയും ഒരു ഹൈ ലെവൽ യൂസേജ് ഇല്ലാത്ത പക്ഷം നമ്മളത് എടുത്തത് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. അത് ഐഫോൺ ആയാലും ശരി, ആൻഡ്രോയിഡ് ആയാലും ശരി. നിങ്ങൾ S24 അൾട്ര എടുത്ത് 1.5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ സിനിമ എടുക്കാനൊന്നും പോകുന്നില്ല. എന്നെപ്പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെയുള്ളൊരു സാധാരണ
ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി ഒരു 30-35 ഫോൺ എടുക്കുക. ഇനി നിങ്ങൾ ആ ഒരു കാറ്റഗറി അല്ല, നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസർച്ച് ചെയ്യാം. ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾ ഈ ഫോണിന് പോകരുത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും, കാരണം അതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണല്ല. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയ്ക്കാണെങ്കിൽ എന്തായാലും നോക്കാൻ പറ്റും. ആൻഡ് ഫർദർ റിവ്യൂസും കൂടി കണ്ടതിന് ശേഷം ചെയ്യുക. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ തരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സൈഡിലെ ബെല്ലേക്ക് ഓർത്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഷോർട്സൊക്കെ നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.